എന്താ കണ്ടതെന്നൊന്നും മനസ്സിന് ഓർമ്മയില്ലേ. അപ്പം നമ്മൾ രാത്രിയൊക്കെ വരില്ല, ആരും ഇല്ലാതെ വന്നപ്പോഴല്ലേ നമുക്കിതെല്ലാം കാണാൻ പറ്റിയതിൽ. ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇതുപോലെയുള്ള സർക്കസ് കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. കൊറോണ സമയത്ത് അന്നേരം അവരുടെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുമായിരിക്കും. അന്നേരം സർക്കസ് നടക്കുന്ന സ്ഥലം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ആൻസിനെയും കൊണ്ട് ഒരിടത്ത് പോയ ഒരു വീഡിയോ ഒക്കെയാണ് വരുന്നത്. അവിടെ നമ്മൾ കുറച്ച് നേരത്തെയൊക്കെയാണ് എത്തിയത്. അപ്പം നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് ചാനലിലേക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഒരു അപ്പൂപ്പനെ അവിടെ ചെന്ന് പരിചയപ്പെട്ടെ. ആ അപ്പൂപ്പനായിട്ട് നല്ല കൂട്ടൊക്കെ ആയിരുന്നു, നല്ലൊരു അപ്പൂപ്പൻ. അപ്പോൾ നമ്മൾ ആൻസിനെയും കൊണ്ട് ആദ്യമായിട്ട് സർക്കസ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആൻസ് നേരത്തെ സർക്കസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ആൻസ് അത് കുഞ്ഞായിരുന്നപ്പോഴാണ്, തീരെ 4 വയസ്സെങ്ങാണ്ട്, 3.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ഇന്നാണ് ആൻസ ആദ്യമായിട്ട് ശരിക്കും സർക്കസ് കണ്ടത്. ഈ സർക്കസ് ഓർത്തിരുന്നോളൂല്ലേ? അപ്പം നമുക്ക് നേരെ സർക്കസ് പോയി കണ്ടാലോ? എന്നാൽ പോയി സർക്കസിലേക്ക് പോകാം. അപ്പം നമ്മൾ ആൻസിനെയും കൊണ്ട് സർക്കസ് കാണാനായിട്ട് ഇവിടെ വന്നതാണ്. ഞങ്ങളങ്ങ് നേരത്തെ ഇങ്ങെത്തി. അപ്പോൾ നമ്മൾ ഇച്ചിരിയോടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കായിരിക്കും ചേർന്നേലാ. ഓപ്പണായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലെന്നേ, ഇതിൻ്റെ ഉള്ളിലാന്നേ, അതിൻ്റെ ഉള്ളിലാ, ഇവിടെ അല്ല. അതിൻ്റെ ഉള്ളിലാ. അന്നേരം 200-ൻ്റെ എന്ന് പറയുമ്പോൾ അവർ ടിക്കറ്റ് വാങ്ങി അങ്ങോട്ട് കയറ്റുകയാണ്. അത് 150, ഇതെല്ലാം 150, അത് 100, അങ്ങോട്ടായിരിക്കും. അപ്പോൾ 200 വരുന്നത്, 200-ൻ്റെ വരുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങോട്ട് നേരത്തെ വന്നിവിടെ കട്ട പോസ്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്നിവിടെ കട്ട പോസ്റ്റായി. എന്നാലും സാരമില്ല, ആരും ഇല്ലാതെ വന്നപ്പോഴല്ലേ നമുക്കിതെല്ലാം കാണാൻ പറ്റിയതിൽ. ഒരാനയൊക്കെ ഇരിക്കുന്നത്. ആൻസ് വേണമെങ്കിൽ ആനയുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുത്തു തരാം. ആനയുടെ അടുത്ത് പോയി നിന്ന് ആൻസിന് ഫോട്ടോ എടുത്തു തരാം നമ്മൾ. അപ്പോൾ അതെ ഇതിൻ്റെ ഉള്ളിലാണ് 200 ഇതിൽ കയറണം. അതിൽ 250 200 കയറുന്നത് നമ്മൾ അതിലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ആണ് കേട്ടോ, 200 ആണ് എടുത്തിരിക്കുന്നത്. 250 എടുത്തില്ല. ഒരു മിഡിൽ പോർഷനിലിരുന്ന് നമുക്ക് കാണാം അല്ലേ ആൻസേ? അതാ ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മുമ്പിൽ 250. അപ്പോൾ ഇതാണ്. ഇത് ഏത് സർക്കസാണ് ആൻസേ? ഒന്ന് പറഞ്ഞടാ ആൻസേ, ഏത് സർക്കസാണ് ആൻസേ? ജംബോ സർക്കസ്. അപ്പോൾ ആൻസിനെ ഞാൻ ആദ്യമായിട്ട് നേരത്തെ ആൻസിനെ സർക്കസ് കാണിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ആൻസിന് സർക്കസൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആൻസിന് ഓർമ്മയില്ല, എന്താ കണ്ടതെന്നൊന്നും ആൻസിന് ഓർമ്മയില്ലേ. അപ്പം നമ്മൾ രാത്രിയൊക്കെ വരുവാണെങ്കിലാണ് അടിപൊളി ലുക്ക്. പക്ഷെ നമുക്ക് രാത്രി വരുന്ന അത്ര സേഫ് അല്ലാത്തത് കൊണ്ടും സ്വന്തം വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും വളരെ കഷ്ടപ്പെട്ട് വണ്ടി അതെന്തെങ്കിലും കാണിക്കാനായിരിക്കും. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒപ്പിച്ച് നമ്മളെ വണ്ടിയൊക്കെ വിളിച്ച് വന്നതാണ്. സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പം എന്താണേലും വേണ്ടില്ല, നമ്മൾ ഈ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആൻസിനെ കൊണ്ട് വരാൻ പറ്റിയില്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അത് തീർന്നപ്പോൾ തന്നെ ഈ സർക്കസ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആൻസിനെയും കൊണ്ടെന്നാൽ പിന്നെ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ ഓർത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളാണ് ഇവിടെ ഇന്നത്തെ ഫസ്റ്റ് കാലുവെപ്പെന്ന് തോന്നുന്നു. വേറെ ആരും വന്ന് കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ കാണാം. അത് കളാൻ വെച്ചാൽ കള എന്തോ കാണാൻ ഇട്ടാക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ജെമിനി സർക്കസിൻ്റെ ഫൗണ്ടറായ ശങ്കരൻ സാറും അതുപോലെ തന്നെ
പാർട്ട്നേഴ്സായ കുഞ്ഞിക്കണ്ണനും ശ്രീ സഹദേവൻ എന്ന് പറയുന്ന സ്ഥാപകന്മാർ നിൽക്കുന്ന ഫോട്ടോസാണിത്. ഇതുപോലെയുള്ള നിരവധി ഫോട്ടോസ് ഇതാ ഇതിലുണ്ട്. അത് നയനാരുടെ കൂടെയുള്ളതാണ്. നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയായിരുന്ന നയനാർ, ചീഫ് മിനിസ്റ്റർ കേരള. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വിത്ത് ദ ഫൗണ്ടർ ഓഫ് ജംബോ ആൻഡ് ജെമിനി സർക്കസ്, എം വി ശങ്കരൻ, ശ്രീ എം വി ശങ്കരൻ. ഇത് മാർട്ടിൻ ലൂതർ കിങ്ങിനോടൊപ്പം അതുപോലെ തന്നെ ശ്രീമതി കരാട്ട കിങ് വിത്ത് ശ്രീ എം വി ശങ്കരൻ, നമ്മുടെ ജംബോ സർക്കസിൻ്റെ ഫോർമേഴ്സ് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞിക്കണ്ണനും ശ്രീ കെ സഹദേവൻ എന്ന് പറയുന്ന ഫോർമർ പാർട്ട്നേഴ്സും കൂടെയാണ്. ഇതതുപോലെയാണ് അച്യുതമേനോനാണ്, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതാണ് ഈ സർക്കസിലെ സ്ഥാപകൻ, ജംബോ ജെമിനി സർക്കസ് സ്ഥാപകന്മാർ. ടി.കെ. കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ അറിയുമല്ലോ. നമ്മുടെ കേരളത്തിൽ സർക്കസിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള നിലയിൽ നന്നായിട്ട് അറിയുന്നതാണ് കുഞ്ഞിക്കണ്ണൻ. അപ്പോൾ ഇത് അടുത്തത് അത് നമ്മുടെ നെഹ്റുവിനോടൊക്കെ ഒപ്പം ഉള്ളത്. ഇവിടെ സർക്കസിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ തുന്നൽ പണിക്കാർ, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സർക്കസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഉപജീവനമാർഗ്ഗമാണ്. അവർ താമസിക്കുന്ന ഷെൽട്ടറുകളാണിത്, ചെറിയ ചെറിയ കൂടാരങ്ങളിൽ. അത് എന്നാണ് വെൽഡിങ്ങിൻ്റെ എല്ലാ ജോലികളും ചെയ്യുന്ന ഭാഗം, അവർക്ക് ചോറ് വയ്ക്കുന്ന ഭാഗം, ഫുഡിൻ്റെ ഭാഗം, അങ്ങനെ ഓരോ പോർഷനായിട്ടാണ്. അപ്പം അതെ, ആൻസ് ഇവിടെ ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇനി ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അവർ ഓൺ ചെയ്തിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ ഇതൊക്കെ തുടങ്ങാറായിട്ടുണ്ട്. ഏകദേശം 12:30 ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഇലൂമിനേഷൻ ബൾബുകളൊക്കെ ഇട്ട്, സ്റ്റാറൊക്കെ ഇട്ട്. തുണിയുടെ ഉള്ളിൽ ലൈറ്റ് തെളിയാണെങ്കിൽ അത് തെളിയത്തില്ലായിരിക്കും. തെളിഞ്ഞാൽ ഇപ്പം തന്നെ തെളിഞ്ഞാണ്. ഇതൊക്കെ രാത്രി വരണടാ ലുക്ക്. നീയൊന്നും വലുതാവടാ, എന്നിട്ട് വേണം നമുക്ക് രാത്രിയിലൊക്കെ വരാൻ. അല്ല പിന്നെ നീ എന്നാടാ വലുതാവണേ. അപ്പോൾ അതാ ജംബോ സർക്കസ് എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിൻ്റെ തല മാറ്റി പിടിക്കടാ. അപ്പോൾ അതാ ഇതാണ്. എന്തോന്നടാ, അവരുടെ കസേര ഓടിക്കില്ല. ഇനി എനിക്ക് കസേര അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ജംബോ സർക്കസ്. അപ്പോൾ അതേ നമ്മുടെ ആൻസ് കൂട്ടറിന് ഞാനൊരു പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ആൻസിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ പെപ്സി വേണമെന്ന് പറഞ്ഞു. ആൻസിന് ഞാനൊരു പെപ്സി വാങ്ങിച്ചു കൊടുത്തു. ആൻസ് അത് ഇപ്പോഴേ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സർക്കസ് വരുമ്പോൾ ഇനി എന്തോ ചെയ്യും.
അന്നേരം അവരെൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുമായിരിക്കും. അന്നേരം ആൻസൂട്ടിന് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങി കൊടുത്ത് നോക്കാം. അല്ല ആൻസൂട്ടാ? അപ്പോൾ ആൻസൂട്ടറിന് അവിടെ ഇരുന്ന് പോപ്കോണൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇവിടെ അവർ ഓപ്പണൊന്നും ആക്കിയിട്ടില്ല. ആളുകളൊക്കെ പതുക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളേ. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ചാടിക്കയറി അകത്ത് കയറുന്നതായിരിക്കും. ആണ്ട്രാ പോയടാ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കടന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ആളുകളാണെങ്കിൽ ഒരുപാട് ആളുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സർക്കസ് കൂടാരത്തിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇതാണ്. അത് മുകളിൽ ഊഞ്ഞാലാടുന്ന ഭാഗങ്ങളൊക്കെയാണിത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ റെഡ് കസേര എന്ന് പറയണത് 250യുടെ ചെയർസാണ്. 250. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളിരിക്കുന്നത് 200ൻ്റെ ആണ്. 200. പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് 100 ആണ്. നമ്മുടെ പുറകിലുള്ളത് 150 ആയിരിക്കും. അത് ആൻസൊക്കെ ഇവിടെ ഷോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ആൻസിനെ കൊണ്ട് പിന്നെ നമ്മൾ പോകാറില്ല. അപ്പം നമ്മൾ പോയതാണ്. കുറേ നാൾ കൂടിയിട്ട് ആൻസിനെ കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഈ ഊഞ്ഞാൽ, ചാടിപ്പോയിട്ട് അപ്പുറം പിടിക്കുന്ന ഊഞ്ഞാൽ. അത് പണ്ട് മുതൽ നമ്മൾ സർക്കസിൽ കാണുന്നതാണ്. ആദ്യം കാണിക്കുന്നത് അത് അവരതായിരിക്കും. ഇപ്പോൾ വീഴുമ്പോൾ ഈ ഒരു വലയിലേക്ക് വന്ന് വീഴും. അപ്പോൾ താഴെ പോവത്തില്ല, റിസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ല, അവരതിൻ്റേതായ പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാണ് ഇറങ്ങി വരുന്ന ഒരു വാതിൽ, അതാണ് അവിടെ നിന്നാണ് എല്ലാവരും വരുന്നത്. സർക്കസിൻ്റെ ഒരു കവാടം എന്ന് പറയാം. അപ്പം എല്ലാവരും വന്നു തുടങ്ങി. ആദ്യമായിട്ട് ഊഞ്ഞാലിൽ കയറാനായിട്ട് വരുന്ന ഒരു സീനാണിത്. അങ്ങനെ അവർ ഊഞ്ഞാലിലേക്ക് കയറി ആടി, ഒരു ഊഞ്ഞാലിൽ നിന്ന് അടുത്ത ഊഞ്ഞാലിലേക്ക് ആടിപ്പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു ഊഞ്ഞാൽ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഇത് ഹാറ്റ് കൊണ്ടുള്ള, തൊപ്പി കൊണ്ടുള്ള പല അത്ഭുതങ്ങൾ, പല തൊപ്പികൾ മാറി വയ്ക്കുക. അങ്ങനെ തൊപ്പിയിൽ സിഗരറ്റ് വെച്ചിട്ട് അതിലേക്ക് വരിക. പിന്നെ ബോള് കൊണ്ടുള്ള 3, 4, 5 ബോൾ വെച്ച് വരെയുള്ള മാജിക്ക് പോലെയുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിച്ചു വിടുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോട്ടെ എന്ന് ഓർത്തിട്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നമ്മളിട്ടത്. പിന്നെ സൗണ്ട് നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം കോപ്പിറൈറ്റ് ക്ലെയിം വരാതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ റിങ് വെച്ചുകൊണ്ടുള്ളതും അതും പണ്ട് മുതലേ തന്നെ എല്ലാ സർക്കസിലും കാണുന്നതാണ്. കാണാത്ത പുതിയ ഐറ്റംസ് എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടംപററി ഡാൻസ് പോലെയുള്ള ഡാൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്നും എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടും ഇല്ല. പിന്നെ ഇത് വലിയ ബോൾ വെച്ചുകൊണ്ടുള്ള സർക്കസ്, അതിങ്ങനെ 3, 4 ബോൾ വെച്ചുകൊണ്ടുള്ള സർക്കസായിരുന്നു. 4, 5 ബോൾ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഹാറ്റ് കൊണ്ടുള്ളത്, പിന്നെ കാണികളുടെ ഒരുപാട് ആളുകളൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ഒരു ഇത് കൊണ്ടും കൂടെ ആയിരിക്കും, ഒരുപാട് ആളുകളുള്ള സമയത്തായിരിക്കും അവർ കൂടുതൽ ഐറ്റംസ് ചിലപ്പം കാണിച്ചേക്കും, ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് കാണിച്ചേക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു.
പെർഫോമൻസ് കണ്ടംപററി പോലെയുള്ള അത് വന്നപ്പം റോപ്പിലുള്ള സെറ്റിങ്സും ഒക്കെ വന്നപ്പോഴാണ് ആൻസ് പറഞ്ഞത് സ്റ്റാർട്ട് മ്യൂസിക് സ്റ്റാർട്ട് ഡാൻസ് പോലെയുണ്ട് ആൻസ് പറഞ്ഞത്. അപ്പം നമ്മൾ ടി വിയിൽ കാണുന്ന സംഭവങ്ങൾ, സ്ക്രീനിൽ കാണുന്ന സംഭവങ്ങൾ നേരിട്ടുള്ള ഒരു അനുഭവം അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. എന്താണേലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും താഴെ ഒരു പ്രൊട്ടക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവരത്രയ്ക്കും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് മനസ്സിലായി. പിന്നീട് ആഫ്രിക്കൻസിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഷോസ്. നമ്മളിത് സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടെന്നേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട്. ഇതും അതുപോലെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഇതും ടി വി ഷോകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. കാരണം കമ്പിയിലുള്ള ഇത്രയും വിളക്കുകൾ പിടിക്കുക എന്നുള്ളതും ഭയങ്കര ഭാരമാണ്. അപ്പം അത് കാലിലും കയ്യിലും ഒക്കെ ആയിട്ടും തിരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പിടിക്കുക എന്നുള്ളത് അതിലും വലിയ റിസ്ക്കാണ്. പിന്നെ ഡോഗ് ഷോസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പട്ടിക്കുട്ടന്മാരെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അടിപൊളിയായിരുന്നു അവരുടെ പെർഫോമൻസ്. അപ്പം കയ്യിലുള്ള വടി കൊണ്ട് പേടി കൊണ്ടായിരിക്കും അവരതുപോലെ ചെയ്യുന്നതെന്ന് തോന്നി. കാരണം അതുപോലെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. നിനക്കതിൽ ഏത് പട്ടിക്കുട്ടനെയാണോ ഇഷ്ടപ്പെട്ടത്? ആണോ? പിന്നെ മറ്റേ വെള്ള കളറ്, പിന്നെ പ്യുവർ വൈറ്റാ? പ്യുവർ വൈറ്റ്. പിന്നെ ഇവനെ ഇഷ്ടപ്പെട്ടോ? വൈറ്റിൽ ഡാർക്ക് ബ്ലാക്ക് പുള്ളിയുള്ള സ്ലൈഡേ കയറാൻ വന്നിട്ട് തിരിച്ചിറങ്ങി പോയത്. ആ അത് നല്ല രസമുണ്ടായിരുന്നല്ലേടാ. പിന്നെ ഉരുട്ടി ആ ബ്ലാക്ക് പട്ടീനെ കൊണ്ടാണ് ഇവർ ഭാരമുള്ളതല്ല ജയിക്കുന്നത്. മറ്റവനെ ഉന്തിക്കൊണ്ട് പോയത് ബ്ലാക്ക് പട്ടിയല്ലേടാ. ഓക്കെ, ആ ഒരു പട്ടി മാത്രം തിരിച്ചിറങ്ങി പോയേക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര റിസ്ക് ഉള്ളതായിരുന്നു. ആ ഒരു റോളറിലുള്ളത് നിന്നുകൊണ്ട് തന്നെ കുപ്പി കറക്കുന്നത്, അതൊന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചത്. പിന്നെ ഇതുപോലെയുള്ള സ്ട്രിങ് കറക്കുന്നത്, പെൺകുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞവർ കുറേ പേര് ജോക്കർമാരായിട്ടുണ്ടായിരുന്നു. പിന്നെ ബേർഡ്സിൻ്റെ ഐറ്റംസും അതും നല്ലതായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ഈ മൃഗങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മെരുക്കിയെടുക്കാം, വടി കൊണ്ട് അടിച്ചും മെരുക്കിയൊക്കെ പേടിപ്പിച്ചേക്കാം. പക്ഷേ ഈ പക്ഷികളെ എങ്ങനെ അവർ മെരുക്കിയെടുത്തു, എങ്ങനെ മാനേജ് ചെയ്തെന്നാണ് ഒട്ടും മനസ്സിലായത്. പക്ഷേ അത് അടിപൊളിയായിരുന്നു. സാധാരണ വീട്ടിൽ വളർത്തുന്ന പക്ഷികളാണ് എത്ര വർഷം ഇണക്കി വളർത്തിയാലും അവർക്കൊരു തക്കം കിട്ടി അവർ പറന്നു പോകും, തത്തയൊക്കെ ആണെങ്കിൽ പോലും. പക്ഷേ എവരൊരവസരം കിട്ടിയിട്ട് പോലും പറന്നു പോകാതെ അവരങ്ങനെ ഇരുന്നു. ആഫ്രിക്കൻ തത്തകൾ അങ്ങനെ ഫോറിൻ ബേർഡ്സ് ആയിരുന്നു ഇവരുടെ കയ്യിലുള്ളത്, നാട്ടിലെ പക്ഷികളൊന്നും അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു തത്തയാണ് ഇത്രയും പക്ഷികളെ അവിടെ കറക്കിയത്. പിന്നെ ആഫ്രിക്കൻസിൻ്റെ ഒരു തീ കൊണ്ടുള്ള ഒരു ചടുല നൃത്തങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു.
ഫയർ ഡാൻസ്. മൃഗങ്ങളെന്ന് പറയാനായിട്ട് കുറച്ച് കുതിരകളും ഒരു ഒട്ടകവുമായിരുന്നു ഉണ്ടായിരുന്നത്, ഡോഗ്സ് കൂടാതെയുള്ളത്. അതിൽ ബാക്കിൽ പോകുന്ന ഒരു കുതിരയെ മാത്രമേ പെർഫോം ചെയ്യിച്ചുള്ളൂ, ബാക്കി എല്ലാവരും ജസ്റ്റ് കാണിച്ച് ഇറക്കുകയാണ് ചെയ്തത്. ഇപ്പം ആനിമൽസിനെ സർക്കസിൽ ഉപയോഗിച്ചു കൂടാ എന്നൊരു നിയമം കൂടി വന്ന സ്ഥിതിക്ക് ഇവർ ജസ്റ്റ് ഒന്ന് പ്രദർശിപ്പിച്ചു, അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ മാനസ് ആദ്യമായിട്ടായിരുന്നു ഒട്ടകത്തെ കാണുന്നത്, നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ആനസിന് ഭയങ്കര അത്ഭുതമായിപ്പോയി, ഒട്ടകം അത്രയും വലുതാണോ എന്നൊക്കെ ആനസ് അപ്പം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. കുതിര എന്ന് പറയാനായിട്ട് നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ കുതിര വളർത്തുന്ന ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് കൊണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് തീർത്ത് അവോയ്ഡ് ചെയ്യാനിട്ടുണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ വോയിസ് കൊടുക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം വരത്തില്ലേ, അതുകൊണ്ടാണ്. അതാണേലും അടിപൊളിയായിരുന്നു. നീ ഇവിടെ നോക്കടാ. അങ്ങനെ നമ്മുടെ സർക്കസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ആൻസ് ഹാപ്പി ആയോ? ഇവിടെ നോക്കിയിട്ട് പറ, ഇവിടെ നോക്ക്. ആൻസ് ഹാപ്പി ആയോ? ആൻസ് എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഐസ്ക്രീം, പോപ്കോൺ, ചിപ്സ് അത് ഏതാണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് പോവുകയാണ്. വണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞപ്പം നമുക്ക് പോകാം. അപ്പം ഇതായിരുന്നിട്ട് നമ്മുടെ സർക്കസ് നടക്കുന്ന സ്ഥലം. എടാ ഇവിടെ നോക്കടാവേ. നമ്മളതേ വീട്ടിലൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടു. നമ്മൾ അരി വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, പിന്നെ തണ്ണിമത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു, വെളിച്ചെണ്ണ വാങ്ങിച്ചു. പിന്നെ ആൻസ് ഒരു കുട്ടം വാങ്ങാൻ മറന്നുപോയി. ഞാൻ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഓർത്ത. എന്നെ ആൻസ് ആലോചിച്ചിട്ട് പറയണം. അപ്പം എന്നാ അവനോട് കുളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനോട് സോപ്പ് വാങ്ങേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സർക്കസ്? അമ്മച്ചി എങ്ങനെ ഉണ്ടായിരുന്നു സർക്കസ്? ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് വരാൻ അമ്മച്ചി. അമ്മച്ചി എന്നാ അമ്മച്ചി ഇങ്ങനെ പൊളിഞ്ഞിരിക്കണത്? എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി സർക്കസ്? നമ്മൾ ആദ്യം ചായ ഉണ്ടാക്കി കുടിക്കുന്ന ബ്രെഡും കൂട്ടി, അതിന് ശേഷം നമ്മൾ വേറെ ജോലിയൊക്കെ ചെയ്താൽ മതി പതുക്കെ. അപ്പോൾ അതേ നമ്മുടെ ബാസ്കിമോനൂടെ ഉണ്ട് കേട്ടോ. ബാസ്കിമോനൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ബാസ്കിമോന് തിന്നാൻ കൊടുക്കണം എന്തെങ്കിലും. ആ പറ, സർക്കസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർക്കസ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ആദ്യമൊക്കെ എന്നായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ആകാശ ഊഞ്ഞാൽ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടെ. നിനക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? മെറിനക്കിണർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടികളെയാ. എടാ പട്ടി നിന്നെ പോലെ ആണോ? അവനവിടെ പോയി കിടന്നു. വെരി ഗുഡ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് സർക്കസ് വീഡിയോ നമ്മൾ കാണാൻ പോയത്. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാറൊന്നുമില്ല. നീ അങ്ങോട്ട് പോടാ. അപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് 1 2 പോയി. അപ്പോൾ നമ്മൾ കുഞ്ഞൊരു വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിരണമെങ്കിലേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് ഒക്കെ എത്തുകയുള്ളൂ. അപ്പം ഞങ്ങൾ വീണ്ടും പുതുപുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് അമ്മച്ചി. ബൈ.